ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുള്ള മൂവി എന്ന് പറയുന്നത് 2023 പുറത്തിറങ്ങിയ ഒരു മിസ്റ്ററി ഹൊറർ ജോണുകളിൽ വരുന്ന ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കിഡിലെ മൂവിയാണ്. ഇത് കുറച്ചുകൂടി നമ്മളെ കിളി പറത്തുന്ന ഒരു മൂവി എന്നൊക്കെ പറയത്തില്ലേ, ആ ടൈപ്പിൽ വരുന്നൊരു മൂവിയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഈ മൂവിനെ പറ്റിയിട്ട്. നല്ല അടിപൊളി മൂവിയാണ്, നിങ്ങൾക്ക് ബോറടിക്കാതെ ഇരുന്ന് കാണാൻ പറ്റിയൊരു കിഡിലെ മൂവിയാണ്. അപ്പോൾ നമ്മൾ അധികം പറഞ്ഞ് ഇതാക്കുന്നില്ല, നമുക്ക് നേരെ മൂവിയിലോട്ട് പോകാം. അപ്പോൾ ഈ കഥ തുടങ്ങുന്നത് ആൽബ്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു കാടിൽ നിന്നാണ്. അങ്ങനെ ആ കാടിനകത്ത് ഒരു റേഞ്ചർ ഉണ്ട്, അതായത് ഇയാളുടെ പേര് ബെഞ്ചമിൻ എന്നാണ്. അപ്പോൾ അയാളുടെ ഷെഡിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അയാൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ആ റേഡിയോയിൽ ഇങ്ങനെ ഇവിടെയുള്ള ഈ കാട്ടിനുള്ളിലുള്ള തന്നെ പല പല റേഞ്ചർമാരുണ്ടല്ലോ, അവരെല്ലാവർക്കും കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ റിപ്പോർട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബെഞ്ചമിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ബെഞ്ചമിൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, അയാളുടെ പോസ്റ്റ് നമ്പർ പറഞ്ഞിട്ട്. പക്ഷേ ബെഞ്ചമിൻ അങ്ങോട്ട് റിപ്ലൈ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അയാൾ എന്തോ തിരക്കെടുത്തിട്ട് എന്തോ ചെയ്യാണ്. അയാളൊരു പേപ്പറിൽ എന്തോ എഴുതി വന്നിട്ട് അവിടുത്തെ ആ ബോർഡുമേ ഇങ്ങനെ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഓവ് ദിസ് ബോഡി ടു ലാൻഡ് എന്നാണ്. മറ്റൊന്നാൾ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഈ ബോഡി ഞാൻ ഈ ലാൻഡിന് കൊടുക്കുന്നു എന്നാണ് എഴുതി കാണിക്കുന്നത്. അതിനുശേഷം ഈ മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും ഈ കഥയിലെ ഹീറോയിനായിട്ടുള്ള ലെനനാണ് കാണിക്കുന്നത്. ലെനനിപ്പോൾ രാത്രി എങ്ങോട്ടോ അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവാണ്. മറ്റൊന്നുകൊണ്ടല്ല, ഇവൾക്കൊരു പുതിയ ജോലി ഇട്ടിട്ടുണ്ട്. അതായത് ഈ കാട്ടിലെ ഫോറസ്റ്റ് റേഞ്ചറായിട്ട് ജോലി ഇട്ടിട്ടുണ്ട്. അതിന് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോവാണ്. അപ്പോൾ അവിടുത്തെ അവളുടെ കാറിൻ്റെ റേഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഈ കാട്ടിൽ കുറേ പേര് മിസ്സിങ് കേസുകളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾ അതെല്ലാം കേട്ടിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ തന്നെ ഇവളുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ പെട്ടെന്നൊരു മാൻ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ആ മാൻ വന്നിട്ട് ഇവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആ മാൻ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഇവളാണെങ്കിലും അത് എന്താണെന്ന് നോക്കാതെ, അത് ശ്രദ്ധിക്കാതെ അവളെന്താ അറിയാത്താണ്ട് നോക്കി പോവാണ് അവൾ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം അവൾ നേരെ പോയിട്ട് ആ ജോലിയിൽ ജോയിൻ ചെയ്യാണ്. ജോയിൻ ചെയ്തിട്ട് അവൾ ഇരിക്കുമ്പോൾ അവിടെ എടുത്തിക്കുന്ന രണ്ടാൾക്കാർ, അവിടുത്തെ ഓഫീസർമാർ തന്നെ ഇവളെ പറ്റിയിട്ട് ഓരോ ഗോസിപ്പുകളെല്ലാം അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വേറൊരാൾ വന്നിട്ട് ഇവളെ ഇങ്ങനെ പരിചയപ്പെടുന്നുണ്ട്. എൻ്റെ പേര് ജാക്സൺ എന്നാണ്, ഞാനിവിടെ കുറേ കാലമായിട്ടുള്ളതാണ്, അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്നെല്ലാം പറഞ്ഞിട്ട് പരിചയപ്പെടുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടുത്തെ ഒരു ഇൻസ്ട്രക്ടർ ഉണ്ട് ഇവരുടെ എല്ലാം. ഇൻസ്ട്രക്ടർ ഇവർ വന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഈ കാട്ടിനുള്ളിൽ ഓരോ സ്ഥലങ്ങളിൽ ഈ സെല്ലിന് റേഞ്ച് കിട്ടത്തില്ല, അതുപോലെ തന്നെ പലയിടങ്ങളിലും ഇലക്ട്രിസിറ്റി ഇല്ല, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയാണ്. പക്ഷേ ലെനൻ ശ്രദ്ധിക്കുന്നത് അവിടെ അവളുടെ ആ ചുമരിൽ ഒട്ടിച്ചിട്ടുള്ള ഒരു ഫോട്ടോയാണ്. അപ്പോൾ ആ ഫോട്ടോയിൽ ഇയാളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് സീനിൽ കാണിച്ച ബെഞ്ചമിൻ ഉണ്ടല്ലോ, അയാളുടെ ഫോട്ടോയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അതും ഇങ്ങനെ നോക്കിയിട്ട് അവൾ അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മളെ ലെനൻ ഇപ്പോൾ അവളുടെ ബാഗ് എല്ലാം അവിടെ വെച്ച് പാക്ക് ചെയ്ത് അതിനുശേഷം അവളോരോ സാധനങ്ങളെല്ലാം എടുത്ത് വയ്ക്കുമ്പോൾ അവൾക്ക് 2 വയസ്സായ 2 ആൾക്കാർ വരുന്നുണ്ട്. അവർ വന്നിട്ട് ഞങ്ങൾ എന്തായാലും ഇന്ന് കാട്ടിലോട്ട് ട്രക്കിങ്ങിന് പോവുകയാണ്, ഇയാളുടെ കാലിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട്, അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്തായാലും ട്രക്കിങ്ങിന് പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ ലെനനോട് ഇങ്ങനെ പറഞ്ഞിട്ട്, അപ്പോൾ ലെനനാണെങ്കിലും ഓക്കെ എന്നെല്ലാം പറഞ്ഞിട്ട് പെട്ടെന്ന് ഇവർ എല്ലാം പാക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഓരോരുത്തരുടെ പോസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലെനനാണെങ്കിലും അവളുടെ ബാഗും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് ഇപ്പോൾ അവളുടെ പോസ്റ്റിലോട്ട് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ അവൾ എത്തിയിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെഞ്ചമിൻ ഇരുന്ന സ്ഥലം ഉണ്ടല്ലോ, ഫസ്റ്റ് കാണിച്ച അയാളുടെ ആ പോസ്റ്റിലോട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ബോർഡിൽ റേഞ്ചർ ഇന്നെന്നുള്ള മറച്ചു ചുരുക്കിയായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് ഇവിടെ റേഞ്ചർ ഉണ്ട് എന്നുള്ളത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിനുള്ളിൽ നോക്കുമ്പോഴത്തേക്കും വളരെ സൗകര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഒരാൾക്കൊക്കെ ഇത് തന്നെ ധാരാളമാണ്. അപ്പോൾ അവിടെ വന്നിട്ട് അവളുടെ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് അവളുടെ തോക്കെല്ലാം ഭദ്രമായിട്ട് എടുത്ത് വെച്ച് വെള്ളമെല്ലാം നിറച്ച് വെച്ചിട്ട് അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ രാത്രിയാകുമ്പോൾ അവൾ ഉറങ്ങുന്ന സ്ഥലത്തിൻ്റെ അവിടെ ഒരു വലിയ ഈ കാടിൻ്റെ ഒരു മാപ്പ് ഒട്ടിച്ച് വെച്ചിട്ട് ഓരോ മിസ്റ്റേക്ക് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് അവിടെ മിസ്സിങ് ആയിട്ടുള്ള ഓരോരുത്തരുടെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് വയ്ക്കുന്നുണ്ട്. കാരണം അവൾക്ക് ഇനി ഈ കേസുകളൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കഴിഞ്ഞ് അവളുടെ കയ്യിലൊരു പേഴ്സണലായിട്ടൊരു ഫോട്ടോ ഉണ്ട്. അപ്പോൾ ആ ഫോട്ടോ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നിട്ട് അവൾ ആ ഫോട്ടോ എടുത്തിട്ട് ആ മാപ്പിൻ്റെ ഒരു സൈഡിൽ ഒട്ടിച്ച് വെക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോയിൻ ഇപ്പോൾ കിടക്കാൻ വേണ്ടിയിട്ട് ബെഡിൽ നിന്ന് കിടക്കുമ്പോൾ അവിടുത്തെ ആ ഡെസ്കിൻ്റെ അടിയിൽ അവിടെ വന്നിട്ടുള്ള ഇതിന് മുന്നുള്ള അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെയൊക്കെ പേരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ അതിലൊരു പേരിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, വാനി എന്നുള്ളത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ മറ്റേ റേഞ്ചർമാർക്ക് എല്ലാവർക്കും ഇപ്പോൾ ഫോണിലോട്ട് ഇങ്ങനെ ഒരു ഇത് വരികയാണ്. അതായത് നിങ്ങളെപ്പോഴും ആ പോസ്റ്റിൽ ഉണ്ടോ എന്ന് ഇങ്ങനെ വിളിച്ച് പറയുകയാണ്. അപ്പോൾ ഇവളാണെങ്കിലും ഇവിടെ ഉണ്ട്, ഞാൻ എന്തായാലും ഇന്ന് ഡാർക്ക് മൗണ്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അവൾ റിപ്പോർട്ടും കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് അവളിങ്ങനെ പോവുകയാണ്. അങ്ങനെ അവൾ പോകുമ്പോഴത്തേക്കും അവൾ കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു പ്രോഗ്രാമാണ് കേൾക്കുന്നത്. അവൾ നേരത്തെ വന്നപ്പോൾ കാറിൽ വെച്ചിരുന്നല്ലോ ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാമാണ് കേട്ടിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഈ കാടിനെ പറ്റിയുള്ള മിസ്റ്ററികളും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ആ പ്രോഗ്രാമിൽ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാട്ടിൽ ഒരുപാട് പേരെ കാണാനായിട്ടുണ്ട്, അതൊരു ഹിസ്റ്ററി തന്നെയാണ് ഈ കാടിൻ്റെ. അതും മാത്രമല്ല ഇത് ആരൊക്കെയാണ് കാണാണ്ടായെന്ന് പോലും അറിയത്തില്ല, അത്രത്തോളം ആൾക്കാരെ കാണാണ്ടായിട്ടുണ്ട്. ഒരു ട്രേസ് പോലും ഇല്ലാതെയാണ് കാണാണ്ടായിട്ടുള്ളത്, ഒരു അലർച്ചയോ ഒന്നുമില്ലാതെയാണ് കാണാണ്ടായിട്ടുള്ളത്.
അത് മാത്രമല്ല ഒരു വിചിത്രമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്, അവരെ കാണാതായ ആൾക്കാരുടെ ഷൂസ് പോലും ഇല്ലാണ്ടായിരിക്കുകയാണ്. അതായത് അത്രത്തോളം വെടുപ്പായിട്ടാണ് കാണാണ്ടായിട്ടിരിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കേട്ടാണ് അവൾ അന്നത്തെ രാത്രി അവിടെ തങ്ങുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ അവൾ എണീച്ചിട്ട് ഇപ്പോൾ അവൾ ക്യാമ്പ് ചെയ്ത സ്ഥലമുണ്ടല്ലോ അവിടെ നിന്ന് അവൾ വീണ്ടും നടക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈ നടക്കാൻ തുടങ്ങുന്ന കാര്യം അവൾ 114 എന്ന് പറയുന്ന ആ സ്റ്റേഷൻ ഉണ്ടല്ലോ അവിടേക്ക് വിളിച്ചറിയിക്കാൻ നോക്കുമ്പോഴത്തേക്കും അവളുടെ റേഡിയോ വർക്കാവുന്നില്ല. അപ്പോൾ അവൾ ആ റേഡിയോ എന്താ വർക്കാവാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്, അവളുടെ റേഡിയോത്തെ ബാറ്ററി കഴിഞ്ഞിരിക്കുന്നു. അവളാണെങ്കിലോ എക്സ്ട്രാ സ്പെയർ ബാറ്ററീസും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി വേറൊരു വഴിയില്ല, കാരണം ഇനി തിരിച്ച് നടക്കാമെന്ന് എളുപ്പമല്ല. അപ്പോൾ ഇനി മുന്നോട്ട് നടന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ അവൾ മുന്നോട്ട് നടക്കുകയാണ്. രാവിലെ മാത്രമല്ല രാത്രിയും അവൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ എല്ലാം ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഓരോ ശബ്ദങ്ങൾ തന്നെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവൾ പേടിച്ചിട്ട് അവിടെ എല്ലാം ഇങ്ങനെ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ പെട്ടെന്നുണ്ട് അവളുടെ കാറിൻ്റെ മുന്നിലേക്ക് അന്ന് ചാടിയ ആ മാനുണ്ടല്ലോ, ആ മാനുണ്ട് ഇവളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവളാണെങ്കിലും ഇതെന്താണെന്ന് നോക്കാനായിട്ട് അങ്ങ് നോക്കുമ്പോഴത്തേക്കുമാണ് ഇവൾ പെട്ടെന്ന് അവളുടെ റേഡിയോയിൽ ഒരു ഒച്ച ഇങ്ങനെ വരികയാണ്. അപ്പോൾ അവൾ നോക്കുമ്പോഴത്തേക്കും പിന്നെ ആ ഒച്ച കേൾക്കുന്നില്ല. അപ്പോഴാണ് അവളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, അവൾ നേരത്തെ ആ റേഡിയോയിൽ നിന്ന് അവളുടെ ബാറ്ററി ഊരി മാറ്റിയിരുന്നു. പിന്നെ ഇതിങ്ങനെ വർക്കായി അവൾക്ക് അറിയത്തില്ല. അപ്പോൾ അവൾ അതെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് അവളൊരു കാലൊച്ച ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ അവൾ ആരാ നോക്കുമ്പോൾ അത് മറ്റേ ജാക്സൺ ആയിരുന്നു. അപ്പോൾ ജാക്സൺ അവളുടെ അടുത്തോട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നില്ല എന്താ കാര്യം ചോദിക്കുമ്പോൾ ജാക്സൺ പറയും ഒന്നുമല്ല, ഇന്ന് രാവിലെ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് നോക്കിയിരുന്നു, അപ്പോൾ റിപ്ലൈ ഒന്നും വന്നില്ല, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്, അതുമാത്രമല്ല ഞാൻ ബാറ്ററി വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് അവരിങ്ങനെ സ്നാക്സ് എല്ലാം കഴിച്ചിട്ട് ഒരു പുഴക്കരയുടെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജാക്സൺ ഇവളെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇവളൊന്നും ഓപ്പണായിട്ട് പറയുന്നില്ല. അപ്പോഴാണ് ജാക്സൺ ഒരു കാര്യം പറയുന്നത്, ഇവിടെയുള്ള റേഞ്ചർമാരെല്ലാം പലയിടങ്ങളിലായിട്ട് ഒറ്റയ്ക്കാണ് ഓരോ പോസ്റ്റുകളിൽ താമസിക്കുന്നത്. അപ്പോൾ പല പേടിപ്പെടുത്തുന്ന സംഭവം ഉണ്ടായേക്കാം, അതൊന്നും തരണം കഴിഞ്ഞിട്ട് വേണം നമ്മളിവിടെ ഇരിക്കാനെന്നെല്ലാം പറഞ്ഞിട്ട് അവർ അന്നത്തെ ദിവസം അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. അതെല്ലാം കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം രാവിലെ ലെനൻ വന്ന് നോക്കുമ്പോൾ ജാക്സൺ അവൻ്റെ ഷൂ ഇങ്ങനെ കിട്ടുകയാണ്. അപ്പോൾ അവനാണെങ്കിലും അവൻ്റെ കയ്യിലുള്ള ആ ബാറ്ററി ആൾ കൊടുത്തിട്ട് ഇതാ ആവശ്യത്തിനുള്ള ബാറ്ററി ഉണ്ട്, പിന്നെ നീ ഉപയോഗിക്കുന്ന ആ റേഡിയോ കുറച്ച് പഴയതാണ്, എന്നാലും അവിടെ ഇരിക്കട്ടെ എന്നെല്ലാം പറഞ്ഞിട്ട് ജാക്സൺ അവൻ്റെ വഴിക്ക് പോവാണ്. ഒരു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ വേറെ വഴിക്ക് പോവാണ്. അങ്ങനെ നമ്മുടെ ലെനനാണല്ലോ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരികയാണ്. അവൾ ഇന്ന് കിടന്ന സ്ഥലമുണ്ടല്ലോ അവിടത്തേക്ക് തന്നെ വരികയാണ്. അവൾക്ക് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ അവളൊരൊറ്റ കെടുപ്പ് എടുക്കുകയാണ്. അപ്പോൾ ഇവളുടെ മനസ്സിലോട്ട് കുറേ പഴയ ഓർമ്മകളെല്ലാം വരുന്നുണ്ട്. എന്നിട്ട് ഇവളൊരു സ്വപ്നവും കാണുന്നുണ്ട്. ആ സ്വപ്നത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാട്, ആ കാട്ടിലൊരു ചെറിയ കുട്ടി എടുത്തിങ്ങനെ ഓടുന്നുണ്ട്, ഒരു ചെറിയ പെൺകുട്ടി ഇങ്ങനെ ഓടുന്നുണ്ട്. അത് മാത്രമല്ലാണ്ട് വേറൊരു സ്ത്രീ വന്നിട്ട് വേറൊരു പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട്, അല്ല നിൻ്റെ അനിയത്തി എവിടെ എന്ന് ചോദിക്കുന്നതും ഇവൾ പെട്ടെന്ന് കണ്ണ് തുറക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് അവൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ അവൾ മാർക്ക് ചെയ്ത് വെച്ച കുറേ സ്ഥലങ്ങളുണ്ട്, ആ സ്ഥലത്തേക്കെല്ലാം ഇവളിങ്ങനെ പോവുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെല്ലാവർക്കും ഇങ്ങനെ ഓരോ സ്പോട്ടുകളുണ്ട്, ഇങ്ങനെ മാർക്ക് ചെയ്ത സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ എല്ലാം പോയിട്ട് ഇവർക്ക് ചെക്ക് ചെയ്യണം. ഇത് ഇവരുടെ ജോലിയുടെ ഭാഗമാണ്, കാരണം ഈ കാടിനെ പറ്റിയിട്ട് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവളാണെങ്കിലും ഓരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇങ്ങനെ വരികയാണ്. പക്ഷേ ഇവൾ വേറൊരു എന്തോ ഒരു സംഭവം ഇവൾ അന്വേഷിക്കുന്നുണ്ട്. അതെന്താ നമുക്ക് കാണിച്ചു തരുന്നില്ല. പക്ഷേ ഇത്രയൊക്കെ പോയിട്ടും ഇവൾക്ക് അത് കിട്ടുന്നില്ല, അതെന്താ സംഭവം എന്നുള്ളത്. അതുപോലെ തന്നെ അവളുടെ ഓർമ്മയിൽ നമ്മൾ നേരത്തെ കണ്ട ആ സീൻ ഉണ്ടല്ലോ, ആ സീനോടായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ സീനുകൾ വീണ്ടും വീണ്ടും കാണുന്നുണ്ട്. പക്ഷേ ഇതെന്താ ഒന്നും നമുക്ക് ഇപ്പോൾ മനസ്സിലാകത്തില്ല, വരും ഇതിൽ നമുക്ക് പതിയെ മനസ്സിലാവുന്നതായിരിക്കും. അങ്ങനെ ഇവളാണെങ്കിലും ഇവൾക്ക് എത്ര അന്വേഷിച്ചിട്ട് ആ സ്ഥലം കിട്ടാത്തതുകൊണ്ട് തന്നെ വിഷമിച്ചിട്ട് അന്നത്തെ ദിവസം അവൾ കിടന്ന് ഉറങ്ങുമ്പോൾ തന്നെ ഇവൾ വെള്ള ബെഡിൻ്റെ അവിടെ ഒരു നേരിങ്ങനെ വന്ന് നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ നേരം ഓടിപ്പോകുന്നു. അപ്പോൾ ഇവളാണെങ്കിലും എന്തോ ഒരു ശബ്ദം കേട്ട് ഇവൾ പെട്ടെന്ന് നീച്ചിട്ട് അവിടെ എല്ലാം നോക്കുമ്പോൾ ആരും കാണുന്നില്ല. അങ്ങനെ അവളിങ്ങനെ നോക്കി നിൽക്കുന്നെങ്കിലും പെട്ടെന്ന് ഇവളുടെ വാതിൽ വണ്ടിങ്ങനെ മുട്ടാണ്. ഓ പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യ്, എന്നെ ഹെൽപ്പ് ചെയ്യുന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ഇവനാണെങ്കിലും എന്ത് ഹെൽപ്പാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഒന്നും വേണ്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഡോർ ഇങ്ങനെ തടുക്കാണ്, തുറക്കാനെല്ലാം അങ്ങ് നോക്കുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിലും പോയി നോക്കുമ്പോഴത്തേക്കും അതൊരു ആണായിരുന്നു. അപ്പോൾ അയാളാണെങ്കിലും വിളിച്ചിട്ട് എനിക്ക് എൻ്റെ സഹായം വേണം, എന്നെ ഒന്ന് രക്ഷിക്ക്, എനിക്ക് നിങ്ങളെ സഹായം വേണമെന്നെല്ലാം പറയുമ്പോൾ ഇവളാണെങ്കിലും പറയും നിങ്ങളെ സഹായിക്കാം, പക്ഷേ എനിക്ക് ഉള്ളിൽ പോയിട്ടൊന്ന് ഷൂട്ട് വരാൻ ഒരു നേരം വേണം, അപ്പോൾ ഞാൻ ഷൂട്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഇവൾ തിരിച്ച് ഷൂട്ട് ഇട്ടിട്ട് വരാൻ വേണ്ടി പോകാൻ നിൽക്കുമ്പോഴത്തേക്കും അവൾ തിരിച്ച് വരുമ്പോഴത്തേക്കും ഇയാളെ കാണുന്നില്ല. അപ്പോൾ ഇയാളെ എങ്ങോട്ടോ ഓടിപ്പോവാണ്. അപ്പോൾ ഇവളാണെങ്കിലും ടോർച്ച് എടുത്തിട്ട് സാർ നിൽക്ക്, ഞാനിതാ വരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് അവിടെ എല്ലാം അയാളെ വിളിച്ചിട്ട് ഇങ്ങനെ ഓടുന്നുണ്ട്. പക്ഷേ അയാളെന്നും അവിടെ കാണുന്നില്ല. എന്നിട്ട് ഇവളിങ്ങനെ ആ റേഡിയോയിലൂടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങനൊരു ആൾ വന്നിട്ട് ഹെൽപ്പ് ചോദിച്ചിരുന്നു, ഈ നേരത്ത് വന്നിട്ട് ഹെൽപ്പ് ചോദിച്ചിരുന്നു, പെട്ടെന്ന് അയാളെ കാണുന്നില്ല എന്നെല്ലാം അവളിങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ എല്ലാം അവൾ അന്വേഷിച്ച് നോക്കുമ്പം അയാളെ കാണുന്നില്ല. അങ്ങനെ പെട്ടെന്ന് അയാൾ അവിടെ നിന്ന് ഇങ്ങനെ സാറാ എന്ന് വിളിക്കുന്ന ഒരു ഒച്ച ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിലും അതിൻ്റെ അടുത്തോട്ട് ആ ടോർച്ച് അടിച്ചിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ പോയി നോക്കുമ്പോഴത്തേക്കും നേരത്തെ ഓടി വന്ന അയാളുണ്ടല്ലോ, അയാൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അയാൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാറ ഇവിടെ ഉണ്ടായിരുന്നു, പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും അവളെ കാണുന്നില്ല എന്നെല്ലാം ഇങ്ങനെ പറയണം. അപ്പോൾ ഇവളാണെങ്കിലും ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇവളാണെങ്കിൽ പേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ
ഇപ്പോൾ പിറ്റേ ദിവസം അവിടേക്ക് ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഇവിടെ ഇന്നലെ റിപ്പോർട്ട് ചെയ്തല്ലോ ഇങ്ങനെ കാണാണ്ടായി എന്നെല്ലാം പറഞ്ഞിട്ട്. അവിടെ വന്നിട്ട് ഇപ്പോൾ അവിടെ അന്വേഷിച്ചിട്ട് അയാളോട് ചോദിക്കും എന്താണ് ആ പെണ്ണിൻ്റെ പേര് എന്ന് ചോദിക്കുമ്പോൾ സാറ എന്നിങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇവിടുത്തെ ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, ആ ഇൻസ്പെക്ടർ ഇങ്ങനെ പറയും, എല്ലാവരോടും പറയും നിങ്ങളെല്ലാവരും പല വഴിക്കായിട്ട് പോയി അന്വേഷിക്കും. എന്തായാലും എല്ലാവരും പല വഴിക്ക് പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ ഈ പെണ്ണിനെ കണ്ടുപിടിക്കാം എന്നെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് ലെനനോട് പറയുന്നുണ്ട് നീ എന്തായാലും ഇവരൊപ്പം പോകണ്ട, നീ എന്തായാലും ഇവിടെ വേണം, ഇവർ തിരിച്ചു വരുന്ന വരെ നീ എന്തായാലും ഇവിടെ നിൽക്ക്, സേഫായിട്ട് നിൽക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ലെനൻ ഇവനോട് പറയുന്നുണ്ട്, ജാക്സണോട് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല, കാരണം ഈ ഹെലികോപ്റ്ററിൻ്റെ ഒച്ചെല്ലാം വരുമ്പോൾ ഈ സാറ് ഇവിടെ ഉണ്ടെങ്കിൽ തിരിച്ചു വരേണ്ടതല്ലേ എന്ന് പറയുമ്പോൾ ജാക്സൺ അതിന് പറയും അതെല്ലാം ഞങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് നീ എന്തായാലും ഇവിടെ നിൽക്ക് എന്നിട്ട് തന്നെ പോവാണ്. പക്ഷേ ഒരു വിധത്തിൽ നമ്മുടെ ലെനൻ പറയുന്നതിന് കാര്യമുണ്ട്, കാരണം ഈ ഹെലികോപ്റ്ററിൻ്റെ ശബ്ദവും ഇതെല്ലാം കേൾക്കുമ്പോൾ സാർ ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരേണ്ടതാണ്. അപ്പോൾ ഇവളെന്തായാലും ഇതിന് വിടാമെന്ന് മനസ്സില്ല. അപ്പോൾ ഇവളും അന്വേഷിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇവളാണെങ്കിലും തിരിച്ച് ഇവളുടെ ഷെഡിലോട്ട് പോയിട്ട് അവൾ വേണ്ട സംഭവങ്ങളെല്ലാം എടുത്തിട്ട് അവിടെയുള്ള ആ ബോർഡിൽ ഇവിടെ ഉണ്ടായിരിക്കത്തില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ബോർഡ് മുട്ടിച്ചിട്ട് ഇവിടെ അന്വേഷിച്ച് ഇറങ്ങുകയാണ്. അങ്ങനെ ഇവളാണെങ്കിലും അന്വേഷിച്ച് മറ്റൊരിടത്ത് ഇങ്ങനെ എത്തുന്നുണ്ട്. അപ്പോഴാണ് നമുക്കൊരു കാര്യം ഇവിടെ കാണിച്ചു തരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഇത്ര നേരം ഒരാളെ അന്വേഷിച്ച് നടന്നു എന്ന് പറഞ്ഞല്ലോ, അത് സത്യം പറഞ്ഞാൽ ഇവളുടെ സഹോദരിയെ പറ്റിയിട്ടാണ്. ഇവളുടെ സഹോദരിയും ഇവിടെ വെച്ചിട്ട് തന്നെയാണ് കാണാതായത്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇവൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൾ അതിനെ പറ്റിയിട്ടും നല്ലപോലെ അന്വേഷിച്ചിട്ട് തന്നെയാണ് അവൾ നടക്കുന്നത്. അങ്ങനെ അന്വേഷിച്ചിട്ട് ഇപ്പോൾ രാത്രി ആയിട്ടും ഇവളിങ്ങനെ സാറാനെ വിളിച്ചിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇവളിങ്ങനെ നടക്കുമ്പോഴത്തേക്കും കുറച്ച് മുന്നിലായിട്ട് അവളൊരു ബ്ലഡെല്ലാം ആയിട്ടൊരു തുണി ഇങ്ങനെ എടുക്കുന്നത് കാണുകയാണ്. അപ്പോൾ അവൾ അതും നോക്കിയിട്ട് കുറച്ച് മുന്നോട്ട് നോക്കുമ്പോഴാണ് ഒരാളിങ്ങനെ ഒരു ഷർട്ട് മാത്രം ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ കൈ ഇങ്ങനെ മുന്നോട്ട് പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ അവൾ അടുത്ത് ചെന്നിട്ട് മാഡം ആരാന്ന് ചോദിക്കുമ്പോഴത്തേക്കും കയ്യിലെല്ലാം അങ്ങനെ ബ്ലഡ് പറ്റിയിട്ടുണ്ട്. നോക്കുമ്പോൾ അത് മറ്റേ സാറയാണ്, കയ്യിൽ ബ്ലഡ് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ തൊടയിലെല്ലാം ഒരു മുറിവുകളും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളാണോ സാറാന്ന് ചോദിക്കുമ്പോൾ അവൾ പെട്ടെന്ന് ഇത്ര നേരം ഈ പെണ്ണ് ഓരോ സ്വയബോധമില്ലാണ്ട് ഓരോ കാര്യങ്ങളാണ് പറഞ്ഞത്. പെട്ടെന്ന് നിങ്ങൾ റിയലാണോ എന്നെല്ലാം ചോദിച്ചിട്ട് ഇവളുടെ അടുത്തോട് കൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സാറയെ ഇവരെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ സാറയെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഇവളാണെങ്കിലും ചോദിക്കുന്നുണ്ട് അവൾ എന്തെങ്കിലും പറഞ്ഞിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറഞ്ഞില്ല, പക്ഷെ അവളെ സേഫായിട്ട് വീട്ടിലോട്ട് എത്തിച്ചിട്ടുണ്ടെന്ന് പറയും. എന്നിട്ട് ഇൻസ്പെക്ടർ ഇവരോടൊരു കാര്യം പറയുന്നുണ്ട്, നീ ചെയ്തതെല്ലാം നല്ല കാര്യം തന്നെ, പക്ഷെ നിന്നോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഇവിടെ ഇരിക്കണം എന്നുള്ളത്. പിന്നെ നീ ഈ ആഴ്ച കഴിയുമ്പോൾ എന്നെ കണ്ടിട്ടൊന്ന് കാണണം, അത് കഴിഞ്ഞിട്ടൊരു 5 ദിവസം കഴിഞ്ഞിട്ട് നിൻ്റെ ബാഗെല്ലാം പാക്ക് ചെയ്തോ, നിനക്കുള്ള ഹെലികോപ്റ്റർ വരും എന്ന് പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാക്സൺ പറഞ്ഞ പോലെ ഇവിടെ ഒന്നും കേട്ടത്തില്ല. കാരണം ജാക്സൺ പറയുന്നുണ്ട് ഞങ്ങളിവിടെ ഓരോ നിർദ്ദേശങ്ങൾ തരുന്നത് നിനക്ക് കളിക്കാനില്ല, സീരിയസ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് പറയുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ ആലോചിക്കുമ്പോൾ എന്താ, അവർക്കിപ്പോൾ ഇവളെ സാറെ കണ്ടുപിടിച്ച് പോകുന്നതല്ല പ്രധാനം, ഇപ്പോൾ ജാക്സൺ പറഞ്ഞത് കേൾക്കാതെ അവൾ ഇവളെ കണ്ടുപിടിക്കാൻ പോയതാണ് ഇവൾക്ക് ചെയ്ത തെറ്റെന്ന് പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഹീറോയിൻ തിരിച്ച് അവളുടെ ഷെഡിലോട്ട് വന്നിട്ട് അവൾക്ക് എന്തായാലും മനസ്സിലായി അവളുടെ ജോലി പോകുന്നുള്ള കാര്യം. അപ്പോൾ അതിന് മുമ്പേ അവളെ പോവാത്ത സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ എല്ലാം പോയി കൂടി അന്വേഷിക്കാൻ രീതിയിൽ അവൾ വീണ്ടും തിരിച്ച് അങ്ങോട്ട് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. പിന്നെ സാറയെ കണ്ടിരുന്ന എല്ലാ സ്ഥലം ഉണ്ടല്ലോ അവിടെയും കൂടി ഒന്ന് അന്വേഷിക്കാൻ വെച്ചിട്ട് അവിടെ എല്ലാം അവൻ അന്വേഷിക്കുന്നുണ്ട്, പോകാൻ സ്ഥലങ്ങളെല്ലാം. അങ്ങനെ ആ സാറുടെ അവിടെ കിടന്ന ആ തുണിക്കഷ്ണം കിടന്നിരുന്ന സ്ഥലം അതെല്ലാം അവളിങ്ങനെ അന്വേഷിച്ചിട്ട് തിരിച്ച് അവളൊരു ടെൻറ്റ് കെട്ടിയിട്ട് അതിനുള്ളിൽ അവളിങ്ങനെ കിടക്കുകയാണ്. അവളിങ്ങനെ കിടക്കുമ്പോഴത്തേക്കും അവളുടെ ആ റേഡിയോ ഉണ്ടല്ലോ അതിൽ നിന്ന് ഇങ്ങനെ ഒച്ച ഉണ്ടാവണം. അപ്പോൾ അവൾ ഇത് എന്താ നോക്കുമ്പോഴത്തേക്കും ഒന്നും ഇതാവുന്നില്ല. അപ്പോൾ അവൾ എന്തെങ്കിലും പ്രശ്നമായിരിക്കും വിചാരിച്ചിട്ട് അത് ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഓഫ് ചെയ്ത് വെച്ചാൽ അവൾ തിരിച്ച് പുറത്തോട്ട് ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും ഇവളിങ്ങനെ എന്തോ ഒരു ശബ്ദം അങ്ങനെ കേൾക്കുകയാണ്. അതായത് ഈ ഓടിയിട്ട് കിതയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദം ഉണ്ടല്ലോ, ആ ശബ്ദം അവിടെ ഇവിടെ കേട്ടവളൊന്നും കേൾക്കുകയാണ്. അപ്പോൾ അവൾ അവിടെ എല്ലാം ടോർച്ചടിച്ച് നോക്കുന്നുണ്ട്, പക്ഷെ അവൾക്കൊന്നും കാണാൻ കഴിയുന്നില്ല. അത് കണ്ട് അവൾ കുറച്ചുകൂടി മുന്നോട്ട് നടക്കുമ്പോഴത്തേക്കും എന്താ പറയുക, ആ ടെൻറ്റ് ഉണ്ടല്ലോ അവൾ കെട്ടിയിരുന്ന ആ ടെൻറ്റിൻ്റെ അവിടേക്ക് ഏതോ ഒരാളിങ്ങനെ കുനിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന ഒരാൾ കാണാണ്. അപ്പോൾ അവളാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാനൊരു ഫോറസ്റ്റ് ഓഫീസറാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറയാമെന്നുകൊണ്ട് അവളൊന്ന് അതിൻ്റെ അടുത്തേക്ക് ചെന്ന് അവൾ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ അവിടെ ആരും കാണുന്നില്ല. അതുമാത്രമല്ല അവിടെ ആ ഒച്ച ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞ കിതയ്ക്കുന്ന ഒച്ച, അതും മറ്റോരോ ഒച്ചകളും അതെല്ലാം അങ്ങ് കൂട്ട് ഇങ്ങനെ വരികയാണ്. ഇവളുടെ അടുത്തോട്ട് വരുന്നവർക്ക് തോന്നുകയാണ്. അപ്പോൾ ഇവളാണെങ്കിലും ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ടെൻറ്റ് അടച്ചിട്ട് അവൾ ആ ശബ്ദം ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ ആ ശബ്ദം ഇവളുടെ അടുത്തോട്ട് ഇങ്ങനെ വരുന്നത് പോലെ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല ഒരു വലിയ നിഴലും ഇവളുടെ ആ ടെൻറ്റിൻ്റെ അവിടേക്ക് വരികയാണ്. എന്നിട്ട് ആ നിഴലിങ്ങനെ ഇവളുടെ ടെൻറ്റ് ഇങ്ങനെ അമർത്തി പിടിക്കുന്ന പോലെ ഇവൾക്ക് തോന്നുകയാണ്. അപ്പോൾ ഇവളെന്താ ചെയ്യാൻ വെച്ചാൽ ഇവളുടെ കയ്യിലുള്ള ഗണ്ണ് എടുത്തിട്ട് ഇയാളെ പോയിന്റ് ചെയ്തിട്ട് പറയും നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് ഞാൻ എന്തായാലും വെടി വയ്ക്കുന്നതെല്ലാം പറയുകയാണ്. അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് ആ നേരെ അവിടെ നിന്ന് പോകുന്നില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ നേരെ അവിടെ നിന്ന് പോകും. അതുമാത്രമല്ല ഇവളുടെ റേഡിയോയിൽ ജാക്സൺ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു റിപ്പോർട്ടുണ്ട്, പുതിയ റിപ്പോർട്ടുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെയും കൂടി മിസ്സായിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇവളെന്താ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളായിരിക്കും ഈ നേരത്തെ കണ്ട ആളെന്ന് വിചാരിച്ചിട്ട് ഇവളിങ്ങനെ പറയുന്നുണ്ട് അയാളിപ്പോൾ എൻ്റെ അടുത്തുണ്ട്, അയാളിപ്പോൾ എൻ്റെ അടുത്ത് കൂടെ ഓടിപ്പോയി എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ആരും കേൾക്കുന്നില്ല.
കിട്ടുന്നില്ല. അങ്ങനെ ഇവളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അയാൾ അന്വേഷിച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ അവളുടെ ആ പോസ്റ്റ് വിട്ടിട്ട് ഇപ്പോൾ ടെൻറ്റ് കെട്ടിയിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അവളെ പുറത്താക്കുന്നുള്ള കാര്യം ഇവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇവളിങ്ങനെ പറയുന്നുണ്ട്, പക്ഷേ പുറത്താരും കേൾക്കുന്നില്ല. പക്ഷേ ഇവൾ ഇങ്ങനെ വീണ്ടും വിളിച്ച് പറയുകയാണ്, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് വന്നത്, എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാനൊരു റേഞ്ചറാണ് എന്നെല്ലാം ഇങ്ങനെ ഉറക്കനെ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഒരു റിപ്ലൈയും കിട്ടുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവൾ നടന്ന് വന്നിട്ട് ഇപ്പോൾ ഒരു ലേക്കിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ എത്തുകയാണ്. അങ്ങനെ അവളുടെ അടുത്ത് എത്തുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് ഇതിപ്പോൾ എന്നെയാണോ കാണാതായത്. അങ്ങനെയാണ് ഇപ്പോൾ അവൾക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അവളിപ്പോൾ പാർക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ ദൂരം വന്നിരിക്കുന്നു. പക്ഷേ ഇവളാണെങ്കിലോ കുറച്ച് നേരം നടന്നിട്ടുള്ളൂ. അപ്പോൾ ഇവളാണെങ്കിൽ ഇത് ജാക്സണോട് പറയുന്നുണ്ട്. അപ്പോൾ ജാക്സൺ പറയുന്നുണ്ട്, നീ ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെയാണ് ഈ നിൽക്കുന്നത് എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവളാണെങ്കിൽ ജാക്സൺ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ ഇവൾ വീണ്ടും മുന്നോട്ട് ഇങ്ങനെ നടക്കുകയാണ്. മുന്നോട്ട് നടക്കുമ്പോഴത്തേക്കും കുറച്ച് മുന്നോട്ട് നടക്കുമ്പോഴത്തേക്കും ഇവളുടെ മുന്നിൽ ഇവളുണ്ടല്ലോ, അവൻ്റെ അനിയത്തി ഇങ്ങനെ വന്ന് നിൽക്കുന്ന പോലെയൊക്കെ ഇവൾക്ക് തോന്നുകയാണ്. അത് കാണുന്നത് ഇവൾക്ക് ആകെ കൺട്രോൾ പോയിട്ട് അവളെ കാലിൽ തെറ്റിയിട്ട് പെട്ടെന്ന് വീഴുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്ല് തലക്കിടിച്ചിട്ടാണ് അവൾ വീഴുന്നത്. അങ്ങനെ കല്ല് തലക്കിടിച്ച് വീഴുന്നതും പിറ്റേ ദിവസം ആവുന്നതും ഇവൾ കണ്ണ് തുറക്കുമ്പോഴത്തേക്കും ഇവൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ മുന്നിൽ അവളുടെ അനിയത്തി വന്നിട്ട് നീക്കി എന്നിങ്ങനെ പറയുന്ന പോലെ ഇവൾക്ക് തോന്നുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഇവൾ നീക്കുമ്പോഴത്തേക്കും ഇവളുടെ തലയിലെല്ലാം ചോരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവൾ വീണ്ടും ആ ലേക്കിൻ്റെ അവിടെയാണ് വന്ന് നിൽക്കുന്നത്. ഇവൾക്ക് എങ്ങനെയെന്ന് മനസ്സിലാവുന്നില്ല. ഇവൾ പാർക്കും കഴിഞ്ഞിട്ട് ഈ ലേക്കിൻ്റെ അവിടേക്ക് എങ്ങനെ ഇവൾ എത്തി എന്നുള്ളതൊക്കെ മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവളിങ്ങനെ അവിടെ ഇങ്ങനെ വരച്ച് നോക്കുന്നുണ്ട്. ഇതാണ് ഫോറസ്റ്റ് സ്റ്റേഷൻ, ഇതാണ് പാർക്ക്, ഇവിടെയാണ് ലേക്ക്. ഞാനിപ്പോൾ ഇങ്ങനെ ഇവിടേക്ക് എത്തിയത് എന്നുള്ളതിങ്ങനെ ആലോചിച്ച് നോക്കുന്നുണ്ട് ഇവൾ. അങ്ങനെ അവിടെ എണീച്ചിട്ട് വീണ്ടും അവൾ ആ റേഡിയോയുടെ അടുത്തോട്ട് വരികയാണ്. ആ റേഡിയോ വീണ്ടും ഓരോ ശബ്ദങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് അവളുടെ ബാക്കിലൂടെ ആ മരത്തിൽ നിന്ന് ആരോ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന പോലെ. അപ്പോൾ അവൾ എന്തോ ശബ്ദം കേട്ടിട്ട് അവൾ അങ്ങോട്ട് ചെന്നിട്ട് ആ മരത്തുമ്പോൾ നോക്കുമ്പോഴത്തേക്കും ആ മരത്തിൽ ഫുള്ളിങ്ങനെ ബ്ലഡ് എല്ലാം അങ്ങനെ ആയിട്ടുണ്ട്. അങ്ങനെ അത് നോക്കിയിരിക്കുമ്പോഴാണ് നേരത്തെ സാറാ പറഞ്ഞ പെണ്ണുണ്ടല്ലോ, അത് ഇവളുടെ മുന്നിലോട്ട് ഇങ്ങനെ വരികയാണ്. വന്നിട്ട് നീ ശരിക്കും റിയലാണോ എന്നെല്ലാം പറയുമ്പോൾ ഇവൾ ഇതൊന്നും സത്യമല്ല ആളിങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, കണ്ണ് പൊതിഞ്ഞിരിക്കുകയാണ്. അവൾക്ക് എന്താ സംഭവിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് നോക്കുമ്പോൾ ആരും കാണുന്നില്ല. അങ്ങനെ അവൾക്ക് എന്താ ടെൻഷനായിട്ട് അവിടെ എല്ലാം അങ്ങനെ ചെക്ക് ചെയ്തിട്ട് അവളിങ്ങനെ നടക്കുമ്പോഴത്തേക്കും ദൂരെയായിട്ട് അവൾ ആ 2 വയസ്സായവരെ കാണുന്നത്, അതായത് നമ്മൾ ഫസ്റ്റ് സീനിൽ കാണിച്ച ആ ക്യാമ്പയിന് പോകാൻ പറഞ്ഞവരുണ്ടല്ലോ, അവരെ കണ്ടിട്ട് നിങ്ങളെ ഇവിടെ കണ്ടല്ലോ, ഞാനിവിടെ കാട്ടിൽ നഷ്ടപ്പെട്ടു എന്നെല്ലാം പറഞ്ഞിട്ട് അവരെ അടുത്തോട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവരെ കാണാത്ത പോലെ, അതായത് ഇവൾ പറയുന്നൊന്നും അവർ കേൾക്കുന്നില്ല, അവളെ മൈൻഡ് ചെയ്യാത്ത പോലെ 2 പേരുടെ ഇവളൊന്ന് ഉറക്കനെ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ അവരാരും ഇവളെ മൈൻഡാക്കുന്നില്ല. അപ്പോഴാണ് ഇവൾക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ഇനി ഇവളെയാണോ കാണാണ്ടായത് അങ്ങനെയുള്ള രീതിയിലൊക്കെ അവൾക്ക് പറയുന്നുണ്ട്. ഇവൾ മനസ്സിലാക്കുന്നുണ്ട് ഇനി ഇവളാണോ പ്രേതം അതോ ഇനി അവരാണോ പ്രേതം എന്നുള്ള കാര്യം. അങ്ങനെ ഇതൊക്കെ കൂടി കണ്ടപ്പോഴത്തേക്കും ഹീറോയിൻ്റെ കിളി പോയിട്ടാണ് അവൾ ഇരിക്കുന്നത്. അങ്ങനെ അവളും കുറച്ച് ദൂരം ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ്റെ പോലെ മറ്റൊരു ലെനൻ കുറച്ച് ദൂരത്തേക്ക് ഇങ്ങനെ നടന്നിട്ട് അവിടെ ആ ദമ്പതിമാരുണ്ടല്ലോ, ആ വയസ്സായവർ, അവരെടുത്ത് ഇങ്ങനെ പോയിരുന്നിട്ട്, ഞാൻ ഇത്രയും കാലം എൻ്റെ സേവനം നല്ലപോലെയാണ് അനുഷ്ഠിച്ചിരുന്നത് എന്നെല്ലാം പണ്ട് അവളെ കയ്യിലുള്ള ഗണ്ണ് എടുത്തിട്ട് ആ ദമ്പതിമാരെ അവിടെ വെച്ച് വെടിവെച്ച് കൊല്ലുകയാണ്. അപ്പോൾ ഇത് കാണുന്നത് അവൾ ആകെ പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ്. അവൾ ഓടി പോകുമ്പോഴത്തേക്കും അവളെ കുറച്ച് മുന്നിലായിട്ട് അവിടുത്തെ ആ മരങ്ങളിലെല്ലാം അവിടുത്തെ ആൾക്കാരിൽ മിസ്സിങ് ആയവരുടെയൊക്കെ ഫോട്ടോ ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുന്നു. അപ്പോൾ അവളതെല്ലാം നോക്കി ലാസ്റ്റ് അവളുടെ അനിയത്തിയുടെ ഫോട്ടോ വരെ അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ അതും കൂടി കാണുമ്പോഴത്തേക്കും ഇവൾക്ക് ആകെ എന്തൊക്കെയായിട്ട് അവൾ അവിടെ നിന്ന് ഓടിപ്പോവാണ്. അവൾ ഓടിപ്പോകുമ്പോഴത്തേക്കും വീണ്ടും അവൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദമ്പതിമാരെ തന്നെ അവൾ വീണ്ടും കാണുന്നതാണ്. പക്ഷേ ഇത്തവണ ആ ഭർത്താവുണ്ടല്ലോ, ആ ഭർത്താവ് അവളുടെ ഭാര്യയുടെ വയറ് കീറിയിട്ട് അതിങ്ങനെ തിന്നുകൊണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നോർമലായിട്ട് അവരവിടെ നിന്ന് ഇങ്ങനെ നീച്ച് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്യാമ്പിങ് എല്ലാം കഴിഞ്ഞിട്ട് നീച്ച് പോകാൻ നിൽക്കുമ്പോൾ തന്നെ അവളുടെ കയ്യിലുള്ള ഗണ്ണ് എടുത്തിട്ട് ഇവരെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ പോയിൻ്റ് ചെയ്ത് നിൽക്കും. പക്ഷെ അവൾക്ക് എന്തോ പറ്റുന്നില്ല. അപ്പോൾ അവൾ ആ ഗണ്ണ് എടുത്ത് താഴെ ഇടുമ്പോൾ തന്നെ ഇവളുടെ റേഡിയോയിലോട്ട് ജാക്സൺ ഇങ്ങനെ സംസാരിക്കുകയാണ്, നീ അവരെ കൊല്ലണം എന്നിങ്ങനെ പറയാണ്. പക്ഷേ ഇവൾ പറയും എനിക്ക് പറ്റത്തില്ല എന്നിങ്ങനെ പറയാണ്. കാരണം ഇവൾ ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാട്ടിൽ അകപ്പെട്ടവരിൽ ആരിലാൾ ത്യാഗം ചെയ്തിരിക്കണം. കാരണം എന്നാൽ മാത്രമേ ഒന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അതായത് ഇവളിപ്പോൾ നേരത്തെ സാരയെ രക്ഷിച്ചപ്പോൾ ഇവളിവിടെ കുടുങ്ങിപ്പോയി. അതായത് സാരയുടെ ആത്മാവ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എന്തായാലും ഒരാളിവിടെ ത്യാഗം ചെയ്തിരിക്കണം. അപ്പോൾ ഇവർക്കിപ്പോൾ അവിടുന്ന് ഇവരെ കൊന്നിട്ട് പോവുകയാണെങ്കിൽ, ആ ദമ്പതിമാരെ കൊല്ലുകയാണെങ്കിൽ ഇവൾക്കിവിടുന്ന് രക്ഷപ്പെടായിരുന്നു. പക്ഷെ അവളത് ചെയ്തില്ല. അവൾ ചൂസ് ചെയ്തത് അവളിവിടെ നിൽക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതാണ് സംഭവം. അതായത് ഈ കാടിന് എപ്പോഴും ഒരു ആത്മാവിനെ വേണം. അതായത് ഒരാൾ പോയി കഴിഞ്ഞാൽ മറ്റൊരാൾ വേണം. അപ്പോൾ ഇതെല്ലാം അവൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരാളുടെ കയ്യിലുള്ള മാപ്പ് ഉണ്ടല്ലോ, ആ മാപ്പ് എടുത്ത് വെച്ചിട്ട് അവൾ ഇനി പോകാനുള്ള സ്ഥലങ്ങളെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അവിടേക്കെല്ലാം പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അവളെല്ലാം അന്വേഷിച്ചിട്ട് അവൾ ആ ഷെഡിൻ്റെ അവിടേക്ക് എത്തുകയാണ്. ഷെഡിൻ്റെ അവിടേക്ക് എത്തുമ്പോഴത്തേക്കും അവൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ അനിയത്തിൻ്റെ ആ ഷൂ
അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ഇത് അന്ന് പോലീസുകാർ അവളെ കാണാണ്ടായ സമയത്ത് അനിയത്തിയുടെ ഷൂ കണ്ടുപിടിച്ച് കൊടുത്താണ്. ഇതിപ്പോൾ അവിടെ ഇങ്ങനെ വന്നത് അവൾക്ക് അറിയത്തില്ല. അപ്പോൾ അതും എടുത്തിട്ട് ആ ഷെഡിൻ്റെ ഉള്ളിലോട്ട് പോവാണ്. അവൾ ആ ഡോർ തുറക്കുമ്പോഴത്തേക്കും അവൾ ചെന്ന് കയറുന്ന കളിക്കുക വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ആ നടന്ന സംഭവത്തിൻ്റെ ആ സ്ഥിതിക്കാണ് എത്തുന്നത്. അവൾ അനിയത്തി, അവളുടെ അമ്മ അല്ലെങ്കിൽ ഇരിക്കുന്നതെല്ലാം അവളിങ്ങനെ കാണുന്നു. അങ്ങനെ പെട്ടെന്ന് അടുത്ത റൂം തുറക്കുമ്പോഴത്തേക്കും അതിനുള്ളൊരു റേഡിയോ ആണ്. ആ റേഡിയോയിൽ ഇങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൾ അനിയത്തിനെ അന്ന് കാണാണ്ടായിരുന്ന ആ ന്യൂസ് 2 റിപ്പോർട്ടർമാർ ഇങ്ങനെ സംസാരിക്കുന്നത് ഇതെല്ലാം അവളിന്ന് കേൾക്കുകയാണ്. അവൾ അടുത്ത റൂം വേണ്ടും തുറക്കുമ്പോഴത്തേക്കും അവൾ പെട്ടെന്ന് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ അമ്മ ഇരുന്നൊരു മാംസം തിന്നുന്നു, സ്വന്തം കൈ തന്നെ ഇങ്ങനെ കടിച്ച് തിന്നുന്നു. അടുത്ത റൂം തുറക്കുമ്പോഴത്തേക്കും അവൾ വീണ്ടും ഒരു ഫ്യൂണറലാണ് എത്തിയിരിക്കുന്നത്. അതിനുള്ളിൽ ആ ശവപ്പെട്ടി നോക്കുമ്പോഴത്തേക്കും അതിനുള്ള അവൾ എന്നും കാണുന്ന ആ മാനുണ്ടല്ലോ അത് കണ്ട് അടുത്ത റൂം തുറക്കുമ്പോഴത്തേക്കും അതിനുള്ളിൽ ഇവളുടെ അച്ഛൻ തന്നെ ഇങ്ങനെ സ്വയമായിട്ട് സൂസൈഡ് ചെയ്യുന്നു. ഇവൾക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ പെട്ടെന്ന് അവൾ വീണ്ടും പോയിട്ട് ഇവളുടെ അനിയത്തിയുടെ റൂമുണ്ട്, ജെനിയുടെ റൂം, അതെടുത്ത് തുറക്കുകയാണ്. അതെടുത്ത് തുറക്കുമ്പോഴത്തേക്കും അതിനുള്ളിൽ ആകെ വെള്ളം, മൊത്തത്തിൽ വെള്ളം, ആകെ വെളിച്ചം. അവൾ അനിയത്തി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ജെനി എന്ന് വെച്ചാൽ അവളുടെ അടുത്തോട്ട് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് അവളെ കാണുന്നില്ല. അപ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളൊക്കെ ആരാണ്, ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവൾ തിരിയുമ്പോഴത്തേക്കും ഇവൾ കാണുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. പണ്ടാറം പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് കണ്ട് അവൾ പെട്ടെന്ന് കണ്ണ് തുറക്കുമ്പോഴത്തേക്കും അവൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ മുന്നിലായിട്ട് അവളുടെ കയ്യിൽ അവളെ അന്വേഷിച്ചിട്ട് ആ ഇൻസ്പെക്ടർ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇവളാണെങ്കിലും ഇൻസ്പെക്ടർ, ഇത് ശരിക്കും നിങ്ങളാണോ, നിങ്ങൾ റിയൽ ആണോ എന്ന് ചോദിച്ച് അവളുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അതെ ഞാൻ റിയലാണ്, ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ അവർ നമ്മൾ എടുക്കുകയാണ്. അവരാര് വേണമെങ്കിലും ആവാം, ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെ കാണുക എന്തെന്ന് പറയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ റേഞ്ചർമാരും എന്നോട് വന്നിട്ട് അവരുടെ സങ്കടങ്ങൾ ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവരുടെ സ്ഥലം നമ്മൾ സംരക്ഷിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാനതുകൊണ്ട് തന്നെ ഒരുപാട് പേരെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് ആ ഷൂ വാങ്ങിച്ചിട്ട് പറയാണ്, എനിക്കിതിൽ നല്ല സങ്കടമുണ്ട് അവളെ കൊടുത്തതിൽ. എന്തായാലും നിന്നെ ഞാൻ ഇവിടത്തോട്ട് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും പറയുമ്പോഴത്തേക്കും ഹീറോയിൻ പറയും, അതിൻ്റെ സമയം നല്ല വായിക്കുകയും തോന്നുന്നു, കാരണം അവരാവശ്യപ്പെട്ട സംഭവം ഞാൻ ചെയ്തു കൊടുത്തില്ല പറയും അതെനിക്കറിയാം, എന്തായാലും നീ രക്ഷപ്പെട്, നിനക്ക് പകരം ഞാൻ കൊടുക്കാൻ പോവാണ് എന്ന് പറയുന്നതും പെട്ടെന്ന് ബാക്കിൽ നിന്ന് 2 കൈകൾ വന്നിട്ട് ഹീറോയിനെ അങ്ങോട്ട് താഴ്ത്തുകയാണ് ആ വെള്ളത്തിലോട്ട്. താഴ്ത്തുന്നതും അവൾ പെട്ടെന്ന് കണ്ണു തുറക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലേക്ക് ഉണ്ടല്ലോ, ആ ലേക്കിൻ്റെ അവിടെ നിന്നാണ് അവൾ പെട്ടെന്ന് നീക്കുന്നത്. പെട്ടെന്ന് നീച്ച് നോക്കുമ്പോഴത്തേക്കും ദൂരെയായിട്ട് ജാക്സൺ നിൽക്കുന്നു. ജാക്സനെ കാണുമ്പോൾ തന്നെ ജാക്സനെ കൈ കൊണ്ട് കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്കൊരു കുഴപ്പമില്ല. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, ജാക്സൺ നീ റിയലാണോ? അതെ നീ റിയലാണ് എന്നെല്ലാം കണ്ടിട്ട് ജാക്സൺ ആണെങ്കിലും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഹീറോയിൻ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടുന്ന്. അത് കഴിഞ്ഞപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമുള്ള കാര്യം കാണിക്കുകയാണ്. ഹീറോയിൻ വീണ്ടും ഇപ്പോൾ ആ പോസ്റ്റിലോട്ട് തന്നെ വരികയാണ്. അങ്ങനെ ഇത്തവണ അവൾ രണ്ടും കൽപ്പിച്ചാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ അവൾക്ക് എല്ലാം അറിയാലോ. അപ്പോൾ അവളാണെങ്കിലും അവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ആ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ അവൾ ഇത്തവണ ആ ഭിത്തിയിലോട്ട് നോക്കുമ്പോഴത്തേക്കും അവിടെ ഉള്ള ആ ഫോട്ടോ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ മുന്നത്തെ ആ ഇൻസ്ട്രക്ടർ ഉണ്ടല്ലോ, ആ പെണ്ണിൻ്റെ ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും നോക്കിയിട്ട് അവൾ തിരിച്ചു വന്നിട്ട് ഇപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. അവൾ ഓരോ സ്ഥലങ്ങളിലായിട്ട് അവിടെ കാണാനായിട്ടുള്ള മിസ്സിങ് കേസുകളെല്ലാം ഫോട്ടോസെല്ലാം എടുത്തിട്ട് അപ്പോൾ അത് അന്വേഷിക്കാനാണ് ഇവളുടെ പണി. അങ്ങനെ ഇവളൊന്ന് അന്വേഷിച്ച് നടക്കുമ്പോഴത്തേക്കും ഒരാളെ ഇങ്ങനെ കാണുന്നുണ്ട്. അയാൾ ഇവളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ റിയൽ ആണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇവൾ ഒന്നും റിപ്ലൈ കൊടുക്കുന്നില്ല. കാരണം ഇവളിപ്പോൾ റിയൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾ ഇയാളുടെ സ്ഥാനത്ത് നിൽക്കുന്നുള്ള കാര്യം ഇവൾക്ക് നന്നായി അറിയാം. കാരണം ഈ കാടിന് ഇപ്പോഴും ഒരു ആത്മാവിന് ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ പെട്ടുപോയവരെ ആരെങ്കിലും രക്ഷിക്കുകയാണെങ്കിൽ അയാൾ ഇവിടെ നിൽക്കും, എന്നിട്ട് മറ്റൊരു രക്ഷപ്പെടും. കാരണം ഈ കാടിന് എപ്പോഴും ഇവിടെ ഒരാൾ വേണം എന്നുള്ളതാണ്. അതിന് പിന്നിൽ ഏലിയൻസ് ആണോ അതോ മറ്റെന്താണെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് അവൾ ഇവളുടേതായ ഒരു രീതിയിൽ ജീവിച്ചു പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ മൂവി എന്തായാലും അവിടെ അവസാനിക്കുന്നത്. എന്തായാലും ഒരു അത്യാവശ്യം കിടിലൻ മൂവി തന്നെയാണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി മൂവി തന്നെയാണ്. നിങ്ങൾക്ക് ബോറടിക്കാതെ നല്ല അടിപൊളിയായിട്ടിരുന്ന് കാണാൻ പറ്റിയൊരു അടിപൊളി മൂവിയാണ്. അപ്പോൾ ഇതുപോലത്തെ കിടിലൻ മൂവീസ് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അതുവരേക്കും ഓക്കെ, ബൈ ബൈ ഗായ്സ്.